ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കയ്യിലൊരു ചെറിയ പ്ലാന്റ് അക്വേറിയം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാകെ പാവലൊക്കെ പിടിച്ച് കിടക്കുന്നതാണ്. വെള്ളം നല്ല ക്ലിയർ ആണ്, പക്ഷെ ചില്ലിൽ മൊത്തം പാവലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നമ്മുടെ ഒരു പുതിയ അക്വേറിയം വേറെ സെറ്റ് ചെയ്യാനുണ്ട് പ്ലാന്റഡ്. അത് നമുക്ക് അകത്ത് വെക്കാനുള്ളതാണ്. ഇത് ഈ പുറത്തിരിക്കണോണ്ട് ഈ വെയിലടിക്കണോണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പാവൽ പിടിക്കുന്നത്. നമുക്ക് അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ ഉള്ളിൽ നമുക്ക് മീനെ പിടിച്ചൊന്ന് മാറ്റണം. അതിനെ മാറ്റിയിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മിട്ട പാവലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. എന്താ പാവലൊക്കെ അങ്ങനെ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. മണി പ്ലാന്റ് ഒരെണ്ണം നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അധികം ക്ലിയർ ആയിട്ടില്ല. പാവല അത്യാവശ്യം നല്ല രീതിക്ക് വലുതായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാം. വെള്ളം അത്യാവശ്യം നല്ല തെളിച്ചുള്ള വെള്ളമാണ്. പിന്നെ ഈ സൈഡുകളിൽ മൊത്തം പാവൽ പിടിച്ചിരിക്കുന്നതാണ്. അത്രയും മാത്രം പ്രശ്നമുള്ളൂ, വേറെ ഇതൊന്നുമില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന മരത്തടികളൊക്കെയാണ്. പിന്നെ ഇതിലുണ്ടായിരുന്ന പാവലും കാര്യങ്ങളും. ഇതിലുണ്ടായിരുന്ന നമുക്ക് മീനുകളൊന്ന് കാണണ്ടേ. ഇതാണ് ഇതിലുണ്ടായിരുന്ന മീനുകളാണിത്. നിയോൺ ടട്ടർ ഉണ്ട്, നമ്മുടെ ആൽഗേറ്റർ, അങ്ങനെയുള്ള കുറച്ച് മീനുകൾ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണ ചെറിയ സാൻഡില്ലേ, നല്ല വെള്ള കളറായിരുന്നു, പക്ഷെ ഇതിപ്പോൾ ഈ കളറായി. ആ സാൻഡാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണം. ഇതൊക്കെ ഇനി നല്ല രീതിക്ക് കഴുകി എടുക്കണം. ഈ സാൻഡാണ് ഇട്ടേക്കണത്. ഇനി ഇത് നല്ല രീതിക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കാം. നമ്മുടെ അക്വേറിയത്തിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളതേ ആ സാൻഡും കഴുകിയൊക്കെ എടുത്ത് നമ്മുടെ പ്ലാന്റ് എല്ലാം നമ്മൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. എല്ലാം ക്ലിയർ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്കപ്പോൾ ഈ സാൻഡ് ഇതിലാദ്യം നിരത്തണം. അതിനുശേഷം പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. അത് ഇത് മൊത്തം ഒന്ന് പരത്തി ക്ലിയർ ആക്കി എടുക്കുക. അതിനപ്പുറം ശേഷമാണ് നമ്മൾ പ്ലാന്റും പിന്നെ നമ്മുടെ വുഡിൻ്റെ ഇതൊക്കെ വെക്കണത്. അപ്പോൾ നമ്മുടെ സാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ വുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിൽ നമ്മുടെ പ്ലാന്റുകൾ സെറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റും സാൻഡ് എല്ലാം വുഡ് എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കണം. വെള്ളം നമുക്ക് ഡയറക്റ്റ് ഒഴിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ഒഴിച്ചാൽ നമ്മൾ ഈ വെച്ചതെല്ലാം ഇളകിപ്പോരും. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ പയ്യെ നമുക്കിനി വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കിനി വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. ഇതാണ് ഗ്ലാസ്, കണ്ട ഹോളിട്ട് എടുത്തതിനാണ്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിനെയൊക്കെ ഒന്നും വേറെ മാറ്റമൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് പൊന്തി പോരും. ഡയറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാണ്ട് കൊടുത്താൽ മതി. വേണ്ട, ഇതേപോലെയാണ് വീഴുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. പ്ലാന്റും കാര്യങ്ങളെല്ലാം ക്ലിയറായി. ഇനി നമുക്കിതിൽ മീനിടാം. അതിന് മുമ്പ് കുറച്ച് കല്ലുപ്പ് ഇടണം. ഇതിൽ കല്ലുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീനിടാം. കല്ലുപ്പ് കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് മീനിട്ടല്ല, ഇവരെ പിടിച്ചപ്പോൾ നമുക്കിനി അതിലോട്ട് ഇടാം. നമ്മൾ വേറൊരു വലുത് ചെയ്യാനുണ്ട്. അത് അധികം വൈകാണ്ട് നമ്മൾ റെഡിയാക്കണുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ചാണ് കേട്ടത്.
ചെറിയതായിട്ടുള്ള കുഞ്ഞുങ്ങളെ മേടിച്ചതാണ്. അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളിവിടെയൊക്കെ ബ്രീഡാവുന്നുണ്ട് കേട്ടോ. ഈ നിയോൺ ടട്ടറൊക്കെ ഈ കളറുകളൊക്കെ നമ്മളിവിടെ ബ്രീഡാവുന്നുണ്ട്. ഇത് നമ്മുടെ ആൽഗേറ്ററാണ് കേട്ടോ. അതിനിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ആൽഗയൊക്കെ അത് കഴിച്ചോളും. നമുക്ക് ഒരു 2 കൂടെ മേടിച്ചിടണം. നമുക്കപ്പോൾ കുറച്ച് ഫീഡും കൂടെ കൊടുക്കാം കേട്ടോ. അതും കൂടെ കൊടുക്കാം. ഫീഡ് നമ്മൾ എപ്പോഴും കുറവ് ഇട്ട് കൊടുത്താൽ മതി. അധികം ഇട്ട് കൊടുക്കുമ്പോഴാണ് മീൻ ആ ഫുഡ് അവിടെ കിടന്ന് വേസ്റ്റായി കിടന്നിട്ട് മീൻ ചത്തുപോകണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് നിങ്ങൾ കഴിക്കുന്നതനുസരിച്ച് പിന്നെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് കൊടുത്താൽ മതി. ഓവറായിട്ട് ഫീഡ് ചെയ്യരുത്. അങ്ങനെ ഫീഡ് ചെയ്യുമ്പോഴാണ് മീനുകൾ പെട്ടെന്ന് ചത്തു പോകുന്നത്. അപ്പോൾ മീനൊക്കെ നല്ല ഉഷാറായിട്ട് ഓടി കളിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സെറ്റായിട്ടുണ്ട്. നമ്മളിതിൽ ഫിൽറ്ററും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വെറുതെ നാച്ചുറലായിട്ട് തന്നെ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.